ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളൊരു ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ പറ്റുവാണെങ്കിൽ മൺചട്ടി തന്നെ യൂസ് ചെയ്യുക. ചട്ടി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് മൂന്നിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കണം. വളരെ കനം കുറച്ച് ഇതുപോലെ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വാടിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു തക്കാളി ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർക്കുകയാണെങ്കിൽ തന്നെ ഒരു തക്കാളിയൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെന്ന് തോന്നിയിട്ട് ഒരു 1/2 സ്പൂണും കൂടി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അതേ സ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മസാലപ്പൊടിയാണ് കേട്ടോ. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ചേർക്കുന്നില്ല. എരിവിന് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലിവർ ചേർത്ത് കൊടുക്കാം. ലിവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 6 തവണ വെള്ളത്തിൽ കഴുകി അതിനുശേഷം കുറച്ച് വിനാഗിരിയിൽ കഴുകി പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചതാണ്. അതാണിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ഒട്ടും വെള്ളം തന്നെ ചേർക്കണ്ട. ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓൾറെഡി ഇത് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം വന്നോളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതേ സമയം തന്നെ മറ്റൊരടുപ്പത്ത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് കൊത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ലിവർ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം പൊടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവറാണ്. അപ്പോൾ കുറച്ച് വലിയ ജീരകം പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രൈ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ ഉള്ളി, കറിവേപ്പില, തേങ്ങ ഇത് 3ഉം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് മൂടി വെക്കുക. കുറഞ്ഞത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും കേട്ടോ. കാരണം ഇത് ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടും ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവുക.
നന്നായി തണുത്ത് ഈ മസാലയും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്തായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തയ്യാറാക്കുന്നത് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് മുന്നേ തന്നെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.